ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. എന്നാലാണ് ഓരോന്നും തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ഹെൽപ്പുകൾ വേണം എനിക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി ചെയ്ത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ തുടങ്ങുന്നത്. 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇന്ന് മുതലാണ് നമ്മൾ കൃത്യമായിട്ട് 28 ദിവസം ഇത് മുടങ്ങാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുക. നമ്മളൊരു വീഡിയോ ഇട്ടു, ഇതിൽ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വർക്കാവുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്തും നമ്മുടെ സ്വപ്ന ജീവിതം ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് നമ്മളിന്ന് ഇതിൽ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്, നമ്മുടെ അനുഗ്രഹങ്ങൾ വിലമതിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ജഗദീശ്വരൻ തന്നിട്ടുള്ളത്, യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും നമ്മൾ നന്ദി പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ലഭിച്ചതിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ഡേ നന്ദി എഴുതേണ്ടത്, കൃതജ്ഞത പറയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ളതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഒരു 10 അനുഗ്രഹങ്ങളിലും എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 10 അനുഗ്രഹങ്ങളെങ്കിലും നമ്മൾ എഴുതി അതിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ എഴുതുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് എത്ര ചെറിയ കാര്യങ്ങളായാലും നമ്മളതിനെ വില കൽപ്പിക്കുക, അതിനെ അത്രയും എന്താ പറയുക, നമ്മളെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അനുഗ്രഹങ്ങൾ എഴുതാൻ പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെഴുതാനാണ് ഇത്രയും കാര്യങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഒരുപാട് നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾ. നമുക്ക് നല്ല മാതാപിതാക്കളെ ലഭിച്ചിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം, നല്ല വീട്, നല്ല കുടുംബം, ഇനിയിപ്പോൾ മക്കൾ, കുട്ടികൾ, നല്ല ജീവിത പങ്കാളി, അങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേര് ഈ ഭൂമിയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ കാഴ്ചകളും കാണാനുള്ള കാഴ്ചശക്തി ഉണ്ട്. ഇതില്ലാണ്ടും കുറേ പേര് ജീവിച്ചിരിക്കുന്നില്ല. അവരൊക്കെ ഒരുപാട് നന്ദി പറയുന്നവരാണ്. നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നടന്നുകൊണ്ട് എല്ലായിടത്തും എത്താനും പ്രപഞ്ചത്തിലെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനും ഈ ഭൂമിയിലെ എല്ലാ അനുഗ്രഹങ്ങളിലും നേടാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ അനുഗ്രഹങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ കൃതജ്ഞത, നന്ദി എഴുതാൻ തുടങ്ങിയാൽ ഒരുപാട് നമുക്ക് എഴുതാനും പറയാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും 10 അനുഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം, ഉദാഹരണമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരോഗ്യം, അപ്പോൾ ആരോഗ്യത്തിനെ കുറിച്ച് എഴുതാൻ നമ്മൾ എന്തുകൊണ്ടാണ് ആരോഗ്യത്തിന് നന്ദി പറയുന്നത് എന്നും കൂടി വിശദമായിട്ട് എഴുതുമ്പോഴാണ് അതിൻ്റെ അത്രയും ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ആരോഗ്യത്തിന് നന്ദി പറയുന്നു എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ആരോഗ്യമുള്ളത് കൊണ്ട് എന്തൊക്കെ നമുക്ക് സാധിക്കുന്നു അതൊന്ന് ചെറുതായിട്ട് വിശദമായിട്ട് എഴുതാം. ഇനി നമ്മുടെ ബന്ധങ്ങൾക്കാണെങ്കിൽ അതിന്, ജോലിയാണെങ്കിൽ എനിക്കൊരു നല്ല ജോലി ഉള്ളതിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ആ ജോലി കൊണ്ട് എന്തൊക്കെയാണ്, ജോലി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊന്ന് വിശദമായിട്ട് 2-3 വാചകത്തിൽ എഴുതുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീലിംഗ് കൂടുതലായിട്ട് ലഭിക്കണം. അപ്പോൾ അങ്ങനെ എഴുതുക. അങ്ങനെ 10 കാര്യങ്ങൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും, പിന്നെ പുതിയ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾക്കൊക്കെ നന്ദി എഴുതുക. അതാണ് ഫസ്റ്റ് ഡേ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റം. നമ്മുടെ ഇതിൽ മാന്ത്രികത പോലെ നിങ്ങൾക്ക് തോന്നാം ഇതിപ്പോൾ ഇത്ര വലിയൊരു കാര്യമൊന്നും. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇതിൻ്റെ പ്രാധാന്യം. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചതും ധാരാളം ആളുകൾ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതൊക്കെ സയൻസ് അംഗീകരിച്ച കാര്യങ്ങളാണ്. അത്രയും ഇതായിട്ട് പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കുകളാണ്. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉള്ളെങ്കിലും അതിന് നന്ദി പറയാം. നമ്മളെപ്പോഴും എന്താ പറയുക, ഇല്ലായ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അയ്യോ എനിക്ക് അതില്ല ഇതില്ല. ആ പരാതികൾ നമ്മൾ ഈ നിമിഷം മുതൽ ഒഴിവാക്കാം. നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് സംഭവിക്കും. അപ്പം
തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു മുടങ്ങുകയാണെങ്കിൽ 3 ദിവസം പിന്നോട്ട് വന്നിട്ട് വീണ്ടും ഇത് ചെയ്യണം, ആവർത്തിക്കണം. 28 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ബന്ധങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് എല്ലാവർക്കും 100% എല്ലാവർക്കും നമുക്ക് ഇതാക്കാൻ പറ്റില്ല, പല കുറവുകളുണ്ടായിരിക്കാം. പക്ഷെ കുറവുകളുള്ള ബന്ധമാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പോകുമ്പോൾ ആ ബന്ധങ്ങൾ ഒരുപാട് നല്ല പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പണമുണ്ടെങ്കിൽ ആ പണത്തിന് നമ്മൾ നന്ദി പറയും. അപ്പോൾ 10 രൂപയായിക്കോട്ടെ, അത് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നന്ദി പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലേക്ക് തന്നെ പണം വന്നു ചേരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ. അപ്പോൾ അതുപോലെ നമുക്ക് പരാതികൾ എന്ന് പറഞ്ഞാൽ പരാതി മാത്രമേ ഉള്ളൂ അല്ലേ. എപ്പോഴും നമ്മളൊരു നേരം വെളുക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ ഇന്ന് മുതൽ നിങ്ങൾ ഈ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഞാൻ ഒരു പരാതികളും പറയില്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഉള്ളതിന് അത്രയും ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഒരു വീടിന് തീ പിടിച്ചു, നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ കരഞ്ഞ് അയ്യോ അതങ്ങനെ പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ജീവൻ നഷ്ടപ്പെടാതെ നമ്മളതിൽ രക്ഷപ്പെട്ടില്ല, അതിനെങ്കിലും നമ്മൾ നന്ദി പറയണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അതിന് കുറ്റം പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞു, അതേപോലെ തന്നെ സാമ്പത്തിക മേഖലയെ കുറ്റം പറഞ്ഞു, നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ അവിടെ കുറ്റം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കലേ ഒരു ദിവസം നമ്മൾ ഒരുപാട് പരാതികളും കുറ്റങ്ങളും കുറവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് നമ്മൾ നല്ലതിനെ മാത്രം പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം മാറാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാന്ത്രികമായിട്ട് മാറുന്നത് കാണാം. ഇതൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രകൃതിനെ കുറിച്ച് നന്ദി എഴുതാം, കുറേ നന്ദി. അപ്പോൾ സൂര്യന്, വായുവിന്, വെള്ളത്തിന്, വെളിച്ചത്തിന്, ഈ ഭൂമിയിൽ ഓരോ ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കും ഒക്കെ നന്ദി പറയാം. ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചമില്ലെങ്കിൽ നമുക്ക് എത്ര കാലം പറ്റും? വായു ഇല്ലാണ്ട് നമുക്ക് എത്ര സമയം ജീവിക്കാൻ പറ്റും? കുറച്ച് സെക്കൻഡുകളിൽ നമുക്ക് ഈ വായു ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണേ. നമ്മൾ മനസ്സിനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ ഒരു വാല്യൂല്ല. ഇത് ധാരാളമായി വെള്ളം ലഭിക്കുന്നു, ധാരാളമായി വായു ലഭിക്കുന്നു, ധാരാളമായി എല്ലാ കാര്യങ്ങളും ലഭിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു വില കൽപ്പിക്കുന്നില്ല. നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക.